ഹലോ ഓൾ, വെൽക്കം ബാക്ക്. ഇതൊരു വീക്കെൻഡ് വ്ളോഗാണ്. ശനിയാഴ്ച ജൂലൈ 5 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന പതിവൊന്നുമില്ല. പക്ഷേ എല്ലാ വർഷവും നമ്മളൊരു എവിടെയെങ്കിലും ഒന്ന് ചെറിയൊരു യാത്ര പോകാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. വെള്ളിയാഴ്ച രാവിലെ ആയപ്പോഴാണ് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാമെന്നൊരു ഐഡിയ വന്നത്. പിന്നെ അടുത്ത് നോക്കിയപ്പോൾ വർക്കലയാണ് കിട്ടിയത്. അപ്പം വെള്ളിയാഴ്ച രാത്രി നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വർക്കലയ്ക്ക് പോവാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും കുട്ടികൾക്ക് അറിയത്തില്ലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്യാനാണ് പോകുന്നതെന്ന്. ഡിന്നർ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. പക്ഷെ അവരും ഹാപ്പിയായി. പോണ വഴിക്ക് നമ്മൾ ആറ്റിങ്ങിലൊന്ന് ഫുഡ് കഴിച്ചു. ഫുഡ് വളരെ മോശമായിരുന്നു കേട്ടോ. ഒന്നും ഒരു സാധനം പോലും കഴിക്കാൻ കൊള്ളില്ലായിരുന്നു. നമ്മൾ കഴിച്ചിറങ്ങി പിന്നെ ഒരു മണിക്കൂറോളം എടുത്തു വർക്കല എത്താൻ. റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ടായിരുന്നു വന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ എയർബിഎൻബി വഴി ബുക്ക് ചെയ്തൊരു ഹോം സ്റ്റേ പോലെയാണ്. കുറേ റൂംസ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഓക്കെ എന്ന് പറയാം. ഞങ്ങൾ പെട്ടെന്ന് ബുക്ക് ചെയ്തതല്ലേ, അപ്പോൾ അങ്ങനെ ഒത്തിരി നോക്കിയൊന്നും ചെയ്തതല്ല. ഒരു ലോഞ്ച് ഏരിയ, പിന്നെ ഒരു വലിയ ബെഡ്റൂമിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സിംഗിൾ ബെഡും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ 4 പേരുള്ളപ്പോൾ അങ്ങനെ കിടക്കാമല്ലോ. പിന്നെ ഒരു കോമൺ ബാത്റൂമും ഉണ്ട്. അത്രയായിരുന്നു ഉണ്ടായിരുന്നത്. പെർ നൈറ്റ് 5000 ആണ്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഫോറിനേഴ്സൊക്കെ വരുന്ന സ്ഥലമാകുമ്പോൾ കുറച്ച് കമ്പാരിറ്റീവ്ലി എപ്പോഴും റേറ്റ് കൂടുതലായിരിക്കും. മാഡ് അബൌട്ട് കൊക്കോ എന്നാണ് ഈ ഒരു റിസോർട്ടെന്ന് പറയാൻ പറ്റില്ല, ഹോം സ്റ്റേ അതിൻ്റെ പേര്. പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഡോബിൾ കളിച്ചു. ഡോബിൾ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഗെയിമാണ്. ഒരു ഫാമിലി ഗെയിമാണ് കേട്ടോ. കാണുമ്പം കുട്ടികൾക്ക് സിമ്പിളാണ്, കുട്ടികൾക്കുള്ളതാണെന്ന് തോന്നുമെങ്കിലും ഫാമിലിയായിട്ട് കളിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഗെയിമാണ്. ആമസോണിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. ഇതിനകത്ത് കുറേ കാർഡ്സ് ഉണ്ടാവും. അത് നമ്മൾ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അവസാനം ഒരു കാർഡ് വരും. അതിനകത്ത് ഉള്ള കുറേ പിക്ചേഴ്സ് ഉണ്ടല്ലോ, അതും നമ്മുടെ കയ്യിലുള്ള കാർഡിലും ഏതെങ്കിലും ഒരു കോമൺ പിക്ചർ ഉണ്ടാവും. അത് ഐഡൻറ്റിഫൈ ചെയ്ത് ഇടുക എന്നുള്ളതാണ്. ആദ്യം ആരുടെ കാർഡ്സ് തീരുന്നോ അവർ ജയിക്കും. ഒബ്സർവേഷൻ സ്കിൽസ് കൂടാനായിട്ട് ബെസ്റ്റ് ഗെയിമാണ് കേട്ടോ. കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അത്ര എളുപ്പമല്ല. നെക്സ്റ്റ് ഡേ നമുക്കിവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ആ റിസോർട്ടിൻ്റെ പുറകിൽ തന്നെ ബാക്ക് സൈഡിലൂടെ തന്നെ നമുക്ക് ക്ലിഫിലേക്ക് പ്രൈവറ്റ് ആക്സസ് ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് ക്ലിഫ് അവിടെ നിന്ന് കാണാൻ. ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ മൺസൂൺ സീസൺ ആയതുകൊണ്ട് വലിയ തിരക്കില്ല കേട്ടോ. കാരണം ഫോറിനേഴ്സൊന്നും വരുന്ന സമയമല്ല. അതുകൊണ്ട് കൂടുതലും നമ്മുടെ ആൾക്കാരൊക്കെ തന്നെയായിരുന്നു. സീസണിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിറയെ ഫോറിനേഴ്സ് ആയിരിക്കും. അപ്പോൾ റെസ്റ്റോറൻറ്റിലും അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല ഭംഗിയായിട്ട് നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല കടലൊക്കെ കണ്ടിരുന്ന് കഴിക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഉള്ള അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടാവും. അല്ലാതെ എക്സ്ട്രാ വേണമെങ്കിൽ നമുക്കതും ഓർഡർ ചെയ്യാം കേട്ടോ. ഫുഡ് വളരെ നല്ലതായിരുന്നു. മോനിവിടെ ഒരു ക്രൊസാൻ്റ് ഓർഡർ ചെയ്തത്. പൊതുവേ നമ്മളിവിടെ നിന്ന് ക്രൊസാൻ്റ് വാങ്ങിച്ചു ബേക്കറിയിൽ നിന്നൊക്കെ ആയാലും വാങ്ങിച്ചാൽ ഫ്രോസൺ സാധനം ചൂടാക്കി തരുന്നതായിരിക്കും. അതിനൊരു ടേസ്റ്റ് കിട്ടാറില്ല. പക്ഷേ ഇത് നല്ല ഫ്രഷായിട്ട് ബേക്ക് ചെയ്തെടുത്ത സാധനമായിരുന്നു കേട്ടോ. അത്രയും സൂപ്പർബായിരുന്നു. എല്ലാം വളരെ നല്ലതായിരുന്നു. ഇത്രയും സമയം ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ് ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു കേട്ടോ. കാരണം ഇവിടെ നിന്ന് കുറേ നടക്കാനുണ്ട്. ക്ലിഫിൻ്റെ അവിടെ താഴെ ഇറങ്ങണമെങ്കിൽ ഒത്തിരി ദൂരം നടക്കാനുണ്ട്. പോകുന്ന വഴിക്കൊക്കെ ആയാലും ഒട്ടും നീറ്റല്ല കേട്ടോ. ഈ മുകളിൽ നിന്ന് കാണുമ്പം ഈ കടലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണല്ലോ നമ്മൾ താഴോട്ട് പോകുന്നത്. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് മോശമായിരുന്നു. പിന്നെ സൈഡിലൊക്കെ ഒത്തിരി കടകളൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണ ഡ്രസ്സുകളൊക്കെ തന്നെയാണ് നമുക്ക് പുറത്തുള്ള കടകളിലൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. അവിടെ 50 രൂപയ്ക്ക് കിട്ടുന്നത് ഇവിടെ 300 രൂപയ്ക്ക് വിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ബാക്ക് റേറ്റ് പോകുന്ന വഴിക്കായാലും ബീച്ചിലായാലും ഒക്കെ ചപ്പ് ചവറ്, പിന്നെ നിറയെ പട്ടികളൊക്കെ ആയിരുന്നു കേട്ടോ. വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല, നേരിട്ട് അവിടെ പോയാലേ അറിയുള്ളൂ. നമുക്ക് നേരെ ഒന്നും നടക്കാൻ പോലും തോന്നില്ല. അത്രയും വൃത്തികേടായിരുന്നു, മോശമായിട്ടിരിക്കുന്നത്. പിന്നെ ബീച്ചിലോട്ട് ഇറങ്ങാനും പറ്റില്ലായിരുന്നു. മൺസൂൺ ആയതുകൊണ്ട് അവിടെ കെട്ടിയേക്കുമായിരുന്നു. ഇങ്ങനെ വേലി കെട്ടിയിട്ടുണ്ട്. ഒരാൾ അപ്പോഴേ പിണങ്ങി പോയി. വീട്ടിൽ പോയാൽ മതിയായിരുന്നു മോൾക്ക്. അവൾ ഒത്തിരി കളിക്കാം എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിലാണ് വന്നത്. അപ്പോൾ ഒന്നും നടക്കാത്തതുകൊണ്ട് ആകെ വിഷമമായി. പിന്നെ ഞങ്ങൾ അടുത്ത ദിവസം ഇവിടെ കഴക്കൂട്ടം ബീച്ചിൽ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ സോപ്പിട്ട് തിരിച്ചു കൊണ്ടുവന്നു. അങ്ങോട്ട് പോയപ്പോൾ ഉള്ള പോലെയല്ല, തിരിച്ചതേ നല്ല കയറ്റമാണ്. ആകെ ക്ഷീണിച്ചത് തന്നെ മെച്ചം. പിന്നെ കുറച്ച് നേരം നമ്മൾ റൂമിൽ വന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഉച്ചയായപ്പോൾ നമുക്ക് ചെക്കൗട്ട് ചെയ്യാനുള്ള ടൈമായി. അങ്ങനെ
വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാം കേട്ടോ. സ്റ്റേ നല്ലതായിരുന്നു, പക്ഷേ എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഒരു വിഷമമായിരുന്നു. ബീച്ച് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊക്കെ ശരിക്കും നമ്മൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതല്ല. ഒരു 2 ദിവസം പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേ ഞായറാഴ്ചയായപ്പോൾ എന്തെങ്കിലും സിമ്പിളായിട്ട് കഴിച്ചാൽ മതി എന്നായി കേട്ടോ. അപ്പോൾ കുറച്ച് കംഫർട്ടിംഗ് ആയിട്ട് കഴിക്കണമെന്നുള്ളപ്പം ഞാൻ പൊന്നി റൈസാണ് വെക്കുന്നത്. എനിക്ക് അതാണ് കൂടുതലിഷ്ടം, ഇഷ്ടം മുട്ട അരിയേക്കാളും. കുക്കറിലാണ് വയ്ക്കുന്നത്, പെട്ടെന്ന് ആവുകയും ചെയ്യും. അപ്പോൾ ഒരു 2 കപ്പ് പൊന്നി റൈസ് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു 15 മിനിറ്റ് ഒന്ന് കുതിർത്ത് വയ്ക്കും. എന്നിട്ടത് കുക്കറിലോട്ട് ഇട്ടിട്ട് ഇരട്ടി വെള്ളം ഒഴിക്കുക. 4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 വിസിൽ വേവിക്കുമ്പോൾ കറക്റ്റ് പാകത്തിനായി കിട്ടും കേട്ടോ. എളുപ്പമാണ്, നമ്മൾ മട്ട റൈസിനേക്കാളും പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കത് കുക്കർ അടച്ച് വെക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു വഴുതനങ്ങ തൈര് കറിയാണ് വെക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 3 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. സൈസ് ചെറുതാണ് കേട്ടോ. ഇത് നല്ല നാടൻ വഴുതനങ്ങയാണ്. നമുക്കിവിടെ അടുത്തൊരു കടയുണ്ട്, വീട്ടിൽ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന പച്ചക്കറി തന്നെ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും സൈസ് ചെറുതായിരുന്നു, പക്ഷേ നല്ല നാടൻ സാധനമാണ്. അതേപോലെ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒത്തിരി കനം കുറയ്ക്കേണ്ട, അത് ഈ ഒരു കനത്തിൽ കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി ഇത് കുറച്ച് മസാല പുരട്ടി ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഒരു ബൗളിലോട്ട് ഇട്ടിട്ട് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും. ഒത്തിരി സ്പൈസി ആക്കണ്ട. ഈ വഴുതനങ്ങയിൽ ഒരുപാട് ഈ മസാലപ്പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറും കേട്ടോ. കുറച്ച് പൊടികൾ ഇട്ടാൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ആ മസാല കോട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ, ഒരുപാട് ഡ്രൈ ആണെങ്കിൽ. ഇനി ഇത് ഫ്രൈ ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്നത് തവിയുടെ എണ്ണയാണ്, റൈസ് ബ്രാൻ ഓയിൽ. കഴിഞ്ഞ 2-3 വീഡിയോയിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്ത് എണ്ണയാണെന്ന്. അതിൻ്റെ ഒരു കളറ് കണ്ടിട്ടായിരിക്കാം. റൈസ് ബ്രാൻ ഓയിൽ നല്ലതാണ് എന്ന് കുറച്ച് സ്ഥലത്തൊക്കെ വായിച്ചു, അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന കേട്ടോ. ഇതും വെളിച്ചെണ്ണയും മാറി മാറിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ. ഇത് വഴുതനങ്ങ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോഴേക്കും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് മുരിഞ്ഞു പോകരുത് കേട്ടോ, സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കണം, വെന്തിട്ടുണ്ടാവണം. പക്ഷേ നല്ലൊരു ഗോൾഡൻ കളറിലാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഈ സമയത്ത് തന്നെ വേറൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് തൈര് ഒഴിക്കാം. ഞാൻ 1 കവർ തൈരാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇച്ചിരി നല്ല കട്ടിയുള്ള തൈരായിരിക്കണം, ഒരുപാട് ലൂസ് ആവരുത്. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വഴുതനങ്ങയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കണക്കാക്കി ഇട്ടാൽ മതി. ഇത് കട്ടയുടച്ച് നന്നായിട്ടൊന്ന് അടിച്ചു വയ്ക്കാം. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട, നല്ല തിക്കായിട്ടുള്ള തൈരാണ് ഇതിന് നല്ലത്. പിന്നെ ഇച്ചിരി പുളിയും വേണം, തീരെ പുളി കുറഞ്ഞ തൈര് എടുക്കരുത്. ഓക്കെ, ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വഴുതനങ്ങ ഉണ്ടല്ലോ, അത് ഈ ഒരു തൈരിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആ വഴുതനങ്ങ തൈരിൽ നന്നായിട്ട് ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇട്ട് വയ്ക്കാം. നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്നത് തീരെ കനം കുറച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് ഒത്തിരി അങ്ങ് അലിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ടാണ് കുറച്ചൊരു കനത്തിൽ തന്നെ ഫ്രൈ ചെയ്യണമെന്ന് പറയുന്നത്. ഇനി ആ എണ്ണയിലോട്ട് തന്നെ, സെയിം എണ്ണയിൽ തന്നെ കുറച്ച് കടുക് പൊട്ടിച്ച് ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പിടി സവോള, സവോളയുടെ ഒരു 1/4 ഭാഗമൊക്കെ മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് മൂത്ത് പോകണ്ട, സവോള നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. ആ വഴുതനങ്ങ ഫ്രൈ ചെയ്ത എണ്ണ ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറ് വരുന്നത്. അതിനകത്ത് ആ മസാലയൊക്കെ ഉണ്ടല്ലോ. ഇനി ഇതിനകത്തേക്ക് തന്നെ ഒരു 1/2 ടീസ്പൂണും കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആ കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർക്കുന്നത്. പക്ഷേ ഇത് ഒരുപാട് മൂത്ത് പോകരുത്, അതിൻ്റെ ടേസ്റ്റ് മാറരുത്. പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ എണ്ണയൊക്കെ ചേർത്ത് ഫുള്ളായിട്ട് ആ ഒരു തൈരിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നല്ല സൂപ്പർ വഴുതനങ്ങ തൈര് കറി റെഡി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വഴുതനങ്ങ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ട്, പക്ഷേ ഇത് നിങ്ങൾക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. അത്ര ടേസ്റ്റാണ്. ആ നല്ല ഫ്രൈ ചെയ്ത വഴുതനങ്ങയും തൈരും കൂടെ എടുത്ത് കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. ഇനി ഇത് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കാതെ കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ ഒരു ചമ്മന്തിയും കൂടെ അരച്ചു. എനിക്ക് പൊതുവെ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന പോലെ മല്ലിയും മുളകും ഒക്കെ വറുത്തരച്ച ചമ്മന്തിയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. പക്ഷേ ഇന്നിപ്പം അതിനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് ഉള്ളിയും ഇഞ്ചി, പച്ചമുളക്, വാളംപുളിയൊക്കെ ചേർത്തിട്ട് മുളക് പൊടിയും കൂടി ഇട്ട് ഒരു ചമ്മന്തി അരച്ചു. ഇഞ്ചി ചേർത്ത ചമ്മന്തി എനിക്കത്ര ഇഷ്ടമല്ല, പക്ഷേ ഹസ്ബൻഡിന് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഉണ്ടാക്കി.
പിന്നെ ഒരു ഓംലെറ്റും കൂടി ഫ്രൈ ചെയ്തു. മീനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം ഇച്ചിരി ഹെവി ആയിട്ട് കഴിച്ചതുകൊണ്ട് ഇന്നിപ്പോൾ എല്ലാവർക്കും ചമ്മന്തിയും ഓംലെറ്റും ഒക്കെ മതി എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സിമ്പിൾ ഓംലെറ്റും കൂടെ ആക്കിയപ്പം നമ്മുടെ ഇന്നത്തെ ലഞ്ച് റെഡിയായി. റൈസ് കുക്കറിൽ വെച്ചത് അതിൻ്റെ ആവി ഫുള്ള് പോയതിന് ശേഷമേ തുറക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ 2 വിസിൽ കഴിഞ്ഞ് ഞാൻ ഓഫ് ചെയ്ത് വെച്ചതായിരുന്നു. ആവി പോയിട്ട് തുറക്കുമ്പോൾ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടാവേ, ഒട്ടും അടിയിൽ പിടിക്കത്തില്ല. വെള്ളത്തിൻ്റെ അളവും ആ ഒരു ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് 2 വിസിൽ വേവിച്ചാൽ മതി. നല്ല പാകത്തിന് വെന്തിട്ടുണ്ടാവും, നല്ല സോഫ്റ്റാണ്, കുട്ടികൾക്കൊക്കെ കഴിക്കാനും നല്ലതാണ്. ശരിക്കും ഈ പൊന്നി റൈസിൻ്റെ കൂടെ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, സാമ്പാറാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ ഇച്ചിരി തൈരൊക്കെ കൂട്ടി കഴിക്കാം എന്ന് വിചാരിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ തൈര് കറി കണ്ടോ, സൂപ്പറാണ്, മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റം. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലൈബ്രറി പോയി കേട്ടോ. ഇന്നിപ്പം കുറച്ച് ബുക്സ് അങ്ങോട്ട് കൊടുക്കാനുണ്ടായിരുന്നു, നമ്മുടെ ബുക്സ് അവിടെ കൊടുക്കാനായിരുന്നു കേട്ടോ. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു വീട് നമ്മൾ റെൻറ്റിന് കൊടുക്കുവാന്ന്. അപ്പോൾ അവിടെ കുറേ ബുക്സ് ഇരിപ്പുണ്ടായിരുന്നത്. മോൻ ചെറുതായിരുന്നപ്പോൾ തൊട്ട് നമ്മൾ വാങ്ങിയ ബുക്സാണ്, 2 പേരും വായിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് വെറുതെ വെച്ചേക്കുമല്ലേ, അപ്പോൾ അത് ലൈബ്രറിയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാം കേട്ടോ, അങ്ങനെയാണ്. പിന്നെ ഇത് വേറെ ആൾക്കാരെ എടുക്കുമ്പം നമുക്ക് ചെറിയൊരു കമ്മീഷൻ കിട്ടുകയും ചെയ്യും. നമ്മൾ കമ്മീഷൻ വിചാരിച്ചിട്ടല്ല, ബുക്സൊക്കെ വെറുതെ വീട്ടിൽ വെച്ചേക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവിടെ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം ഇവിടെ ഒരു കുഞ്ഞു പട്ടിയുണ്ട്, ഒരു ഷിറ്റ്സും ഉണ്ട്. അപ്പോൾ അതിനെ കാണാനായിട്ടാണ് മെയിനായിട്ട് വരുന്നത്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നമ്മളൊരു സാധാരണ ലൈബ്രറിയിൽ പോകുന്ന പോലെ അല്ല, അതൊരു പുറത്തായാലും ഇൻസൈഡൊക്കെ അവർ ചെയ്തിരിക്കുന്നതായാലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. വന്നു കഴിഞ്ഞാൽ കുറേ നേരം നമുക്കിവിടെ ബുക്സൊക്കെ എടുത്ത് കഴിഞ്ഞ് വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് റീഡ്. ഇത്രയും വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ളൊരു ഡോഗിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ ഫ്രണ്ട്ലിയാണ്. സാറ്റർഡേ സൺഡേ മാത്രമേ ഉള്ളൂ ഈ ലൈബ്രറി. അല്ലാത്ത ദിവസങ്ങളിലും അവർക്ക് ഡോർ ഡെലിവറി ഉണ്ടാവും. മീൻസ് നമ്മൾ ബുക്ക് ഓൺലൈൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുതരും. പക്ഷേ നമുക്ക് വന്ന് ബുക്സ് എടുക്കാനായിട്ട് സാറ്റർഡേ സൺഡേ ആണ് അവർ ഓപ്പൺ ആയിരിക്കുന്നത്. ഒത്തിരി ബുക്സ് ഉണ്ട് കേട്ടോ, കുട്ടികൾക്ക് മാത്രമല്ല നമുക്കൊക്കെ പറ്റുന്ന ഒരുപാട് ബുക്സ് ഉണ്ട്. ഇത് കുറേയൊക്കെ ആൾക്കാർ നമ്മളെപ്പോലുള്ളവർ ഡൊണേറ്റ് ചെയ്തതും പിന്നെ കുറേ ഇവർ തന്നെ വാങ്ങി വെച്ചിരിക്കുന്നതുമാണ് കേട്ടോ. കുട്ടികൾക്കൊരു 2 ആഴ്ച മുന്നേ ഒരു ബുക്ക് വീട്ടിൽ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് 2 ബുക്ക് തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് എല്ലാ ബുക്കും വായിക്കാൻ പറ്റില്ല, സൈസ് ചെറുതായിരിക്കണം. വലിയ ബുക്സ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും. അപ്പോൾ പെട്ടെന്ന് വായിച്ച് തീരുന്ന ബുക്സാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. ഈ ഒരു സൈസിലൊക്കെ ഉള്ള ബുക്കുകളാണ് ഞാൻ കൂടുതലും നോക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം തപ്പി ഞാൻ 2 ബുക്കൊക്കെ എടുത്തു. ഇവിടെ ഒത്തിരി കളിക്കാനും ഒക്കെ ഉണ്ട് കുട്ടികൾക്ക്. ഇതുപോലെ ഈ സ്ക്രീൻ ടൈം ഇതുപോലെ കുറച്ച് സമയം നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നിരിക്കുന്നത് വളരെ നല്ലതാണ്. ഒരുപാട് ബോർഡ് ഗെയിംസും ഇതുപോലുള്ള ഐറ്റംസും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇരുന്ന് നല്ല നല്ല മൂവീസ് കാണാനുള്ള ഓപ്ഷനും അവിടെ ഉണ്ട്. വെറുതെ കാർട്ടൂൺ കണ്ട് ഗെയിം കളിച്ചിരിക്കുന്നേക്കാളും നല്ലതല്ലേ. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് പറ്റിയ 2 ബുക്കൊക്കെ എടുത്തു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന്, അവിടുത്തെ ഓണറുണ്ട്, സാറ്റർഡേ സൺഡേ പുള്ളി ഫുൾ ഡേ അവിടെ ഉണ്ടാവും, രാത്രി വരെ ഉണ്ടാവും കേട്ടോ, 9 മണി വരെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പുള്ളിയോട് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ഇറങ്ങി. റീഡ് എപ്പോഴും നമ്മൾ ഇറങ്ങുമ്പോൾ അവൻ ആ വെളിയിലത്തെ ജനലിൻ്റെ അവിടെ, വിൻഡോയുടെ അവിടെ വന്ന് നിൽക്കും കേട്ടോ. പുള്ളിക്ക് എല്ലാവരും പോകുന്നതൊക്കെ വിഷമമാണെന്ന് തോന്നുന്നത്, ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ റീഡിനെ ബൈയൊക്കെ പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി.